ഹൗ ടു ബിക്കം റിച്ച്, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് മണി ഫാസ്റ്റ്, അങ്ങനത്തെ ചോദ്യങ്ങൾ ദൈവത്തെ. ഞാൻ മാജിഷ്യൻ അല്ല. മണി മേക്കിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് പേഷ്യൻസ്. സോ ദ മോർ പേഷ്യന്റ് യു ആർ, ദ മോർ ഫിനാൻഷ്യലി സ്ട്രോങ് വിൽ ബിക്കം. ആ ക്വസ്റ്റ്യൻസ് അങ്ങ് അവോയ്ഡ് ചെയ്തു. പൈസ ഉണ്ടാക്കാനുള്ള ഒരു പണിയും എനിക്കറിയില്ല. കൈറോസ് ടോക്കിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് ദ ന്യൂമറിക്കൽ ഡിസിപ്ലിൻ ഓഫ് അവർ ലൈഫ് എന്നാണല്ലോ പറയാറ്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ, ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. ഇതിനൊക്കെ ഉത്തരം തരാൻ പോകുന്ന ഒരാളാണ് കൈറോസ് ടോക്കിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്, മിസ്റ്റർ പാസ്കോ ഔസേഫ്. കൈറോസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് ഒരു വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്കും വെൽത്ത് മാനേജ്മെന്റ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ശരിക്കും വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു ചോദ്യമാണത്. വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ അതിന് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ അസറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം, അല്ലെങ്കിൽ നമ്മുടെ ലെഗസി ആയിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകാം, അതിനെ നശിപ്പിക്കാണ്ട്. അതാണ് ഒരു വെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യാം, സിമ്പിൾ ടേംസ്. ഇപ്പോൾ അതിൽ തന്നെ ഇഫ് യു ഗെറ്റ് ഇൻ സൈഡ് ദ ലോട്ട് ഓഫ് തിങ്സ് യു ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കേരളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന ഫോം ആയിരുന്നു FDs, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. സോ നമ്മുടെ ബാങ്കുകളിൽ കിടക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്സിന്റെ പെർസെൻറ്റേജ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ്. ഇഫ് യു സീ ഇന്ത്യ ആസ് എ ഹോൾ, അതിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. പക്ഷേ ലാസ്റ്റ് 10 years അല്ലെങ്കിൽ ലാസ്റ്റ് 12 years, അപ്പം ഞാൻ ജോലിയൊക്കെ തുടങ്ങിയ ടൈം 2001 ആണ്. 2001 കാലഘട്ടത്തിൽ ഐ റിമെമ്പർ FDs ഗിവിങ് എ വെരി ലുക്രേറ്റീവ് റിട്ടേൺസ്. ഇപ്പോൾ ഒരു 11%, 10%, 11% ഉറപ്പായിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. വാട്ട് ഐവ് സീൻ ഓവർ പീരിയഡ് ഓഫ് ടൈം ഇസ് അതിങ്ങനെ ഡിപ്രിഷിയേറ്റ് ചെയ്ത് ഇപ്പോൾ വി ടോക്ക് അബൌട്ട് 6 to 7%. സോ ലാസ്റ്റ് 20 years ഇറ്റ് ഈസ് ഡിപ്രിഷിയേറ്റഡ് ഓൾമോസ്റ്റ് 50% ഓർ ഈവൻ ലെസർ. വേറെ അതിനൊപ്പം തന്നെ നമ്മുടെ പണം പെരുപ്പം, റാദർ ഇൻഫ്ലേഷനൊക്കെ എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു 5% ഇൻഫ്ലേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബിറ്റ്വീൻ 6 to 7% എപ്പോഴും അത് ആവറേജ് ചെയ്യാറുണ്ട്. ആൻഡ് ദർ ആർ countries which has got even 300% inflation. So by that way, if you look at it, we have blessed, our currency is still having value. പക്ഷേ ഇൻഫ്ലേഷൻ ഈ കഴിഞ്ഞ 20 years നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷന് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കൂടുകയോ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് അത് ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടില്ല. റുപ്പി കണ്ടവാനം സ്ട്രെങ്ത് കൂടിയിട്ടുമില്ല, എന്നാൽ കണ്ടവാനം നഷ്ടപ്പെട്ടിട്ടുമില്ല, മോഡറേറ്റ്ലി. ഇപ്പൊ ഇത് ചോദിച്ചത് സാധാരണക്കാരന്റെ ഭാഷ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ഇൻഫ്ലേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ടേംസ്. ഇപ്പൊ ഇൻഫ്ലേഷൻ എന്നുള്ള വാക്ക് ഒഴിവാക്കിയാൽ, ഞാൻ ആദ്യ കാലഘട്ടത്തിൽ +2 കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഫാദർ ഒരു ബൈക്ക് മേടിച്ചു. സോ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി, നമ്മൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. അന്ന് 20 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബൈക്ക് കൊണ്ടുപോയി വെച്ചാൽ 20 രൂപയ്ക്ക് പെട്രോളും അതിൻ്റെ കൂടെ കുറച്ച് ഓയിലൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് അടിക്കാം, ലാവിഷായിട്ട് അത് ഓടിക്കാം. പിന്നെ അത് 50 രൂപയ്ക്ക് അടിക്കുന്നതായിട്ട് ഓർമ്മ വരാൻ തുടങ്ങി. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു എൻഫീൽഡ് ഉണ്ട്, ബൈക്കിനുള്ള ക്രേസ് ഉള്ളതുകൊണ്ട് ഞാനത് ഇപ്പോഴും വെച്ചിട്ട് 500 രൂപയ്ക്കെങ്കിലും അടിച്ചാലാണ് അത് എന്തെങ്കിലും ആവുള്ളൂ, എവിടെയെങ്കിലും എത്തുള്ളൂ. വൺ മോർ എക്സാമ്പിൾ ടു ഇറ്റ്, ചായ. ഐ റിമെമ്പർ ഡ്രിങ്കിങ് ടീ ഫോർ 2 rupees, 2.5 രൂപ. അന്നൊക്കെ ഏറ്റവും നല്ല ചായ എന്നൊക്കെ പറഞ്ഞ ഒരു 3 രൂപ. ഇന്ന് ഇഫ് യു നീഡ് ടു ഗോ സംവെയർ, എവിടെയെങ്കിലും പോയി ഇരുന്നൊരു ചായ കുടിക്കണമെങ്കിൽ ഒരു 30 രൂപ കുറഞ്ഞ് ചായ കിട്ടുന്ന സ്ഥലം കുറവുണ്ട്. നോർമൽ കടയിൽ പോലും എനിക്ക് തോന്നുന്നത് 15 രൂപയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചായ. എസെൻഷ്യൽ കൊമോഡിറ്റീസിൽ ഉണ്ടായേക്കുന്ന വിലക്കയറ്റവും അതുപോലെ തന്നെ ഇപ്പൊ ഒരു മസാല ദോശ 20 rupees 20 years back. Today you have to pay something like 100+. അപ്പോൾ സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടി, മനസ്സിലായി. അതിൻ്റെ ഒപ്പം അവന്റെ വരുമാനം
കൂടുന്നില്ല. സി ഒരു ജോലിക്കാരനെ സംബന്ധിച്ചുള്ള ആവറേജ് 10% ഇൻക്രിമെന്റ് 10% ഒക്കെ കൊടുക്കുന്ന കോർപ്പറേറ്റ്സ് ഇപ്പോൾ ഭയങ്കര കുറവാണ്. അതെങ്ങനെ കുറയ്ക്കാം എന്നാണ് അവർ നോക്കുന്ന ഒരു സൈഡിൽ കൂടെ. ഈ പണം വരുമാനം കൂടുന്നില്ല, അതിനോടൊപ്പം ചെലവിന്റെ എല്ലാ സാധനത്തിലും കൂടുതൽ വരുന്നുണ്ട്. നാച്ചുറലി ഒരു ക്രഞ്ച് അവിടെ ഫീൽ ചെയ്യും, ശരിയല്ലേ? ആൻഡ് ലാസ്റ്റ് 20 years വാട്ട് ഇസ് ഹാപ്പൻഡ് ഇൻ ദ എക്കണോമി, പണ്ട് ഞാൻ സിനിമ കാണാൻ പോകണമെങ്കിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ സിനിമ കണ്ട് തിരിച്ചു വരാറ്. പ്രോബ്ലി ഒരു ഡിന്നറും കൂടെ ചിലപ്പം തന്റെ കടയിലൊക്കെ കയറിയാൽ കഴിക്കാം. വൈൽ വി വർ കിഡ്സ് ലൈക്ക് ബാച്ചിലേഴ്സ് ഒക്കെ ആയിരുന്നു. ഇന്നൊരു സിനിമ കാണാൻ പോണെങ്കിൽ 1000 രൂപ വേണം. യു ഗോ വിത്ത് യു ഫാമിലി ഫോർ എ ഫിലിം 1000 രൂപ ഇല്ലാണ്ട് പറ്റില്ല. 1000 രൂപ നിന്ന ഭാഗ്യം. പണ്ട് കാലത്ത് ചെലവാക്കാൻ ഒത്തിരി വേദികളില്ലായിരുന്നു. ആൻഡ് പീപ്പിൾ ഹാഡ് എ ലോട്ട് ഓഫ് സേവിങ്സ് ഹാബിറ്റ്. പീപ്പിൾ വർ നോട്ട് റിയലി ഡിപ്പെൻഡന്റ് ഓൺ ലോൺസ്. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീട്ടിൽ തിരിച്ച് കയറേണ്ട വരെ നിങ്ങൾക്ക് ചെലവാക്കാനാണ് ഓപ്ഷൻസ്. പക്ഷേ ഇതൊരു ക്യാഷ് ഫ്ലോ അല്ലേ ശരിക്കും? ഇങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലേ? ക്യാഷ് ഫ്ലോ ഡെഫിനറ്റ്ലി ആവശ്യമാണ്. പക്ഷേ ഇതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ്. ക്യാഷ് ഫ്ലോ ആവശ്യമാണ്. ഇപ്പം അവർ മാർക്കറ്റ് ഈസ് ലോഡഡ് വിത്ത് മണി, ടു ബി ഹോണസ്റ്റ്. ആ പൈസന്റെ ഇന്റൻസിറ്റി കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കൊറോണ ക്രാഷിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു. ഇറ്റ്സ് ലോട്ട് ഓഫ് മണി. ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവനവന്റെ വെൽത്ത് അല്ലെങ്കിൽ റാദർ അവനവന്റെ സേവിങ്സ് നമുക്ക് കൃത്യമായിട്ട് അതിനൊരു ഗോൾസ് വെച്ചിട്ട് അതിനെ സ്ട്രീം ലൈൻ ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ? ഇഫ് ഐ എം സേവിങ് അറ്റ് 5% or 6%, after 10 years my money doesn't have any value because my inflation rate is more than that. അന്ന് എനിക്ക് മെച്ചൂരിറ്റി വലിയൊരു എമൗണ്ട് കിട്ടും. എനിക്ക് അന്നത്തെ ഒരു ടൈം വാല്യൂ ഓഫ് മണിയും ആയിട്ട് ഒരു രീതിയിൽ മാച്ച് ചെയ്യില്ല. അത് LIC പോളിസി പണ്ട് പേരൻസ് ഒക്കെ സ്വന്തം പേരിൽ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ ഒക്കെ പേരിൽ പല പേരൻസും എടുക്കാറുണ്ട്. എനിക്കും മൈ ഡാഡ് ഓൾസോ ഹാഡ് ടേക്കൺ വൺ ഓൺ മൈ നെയിം. I got it around 5 to 6 years back. With due regards to LIC, there's nothing LIC is done wrong. പക്ഷെ അന്ന് പുള്ളി ആ പോളിസി എടുത്തപ്പോൾ 1000 രൂപയാണ് ഒരു ക്വാർട്ടറിൽ അടച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് പുള്ളി. പക്ഷെ 1000 രൂപ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അന്ന് ഇറ്റ് വാസ് വെരി ബിഗ് തിങ്. ബട്ട് വാട്ട് ഹി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാസ് ഹാസ് ഹിസ് ഇൻകം ഗ്രൂ ഹി ഡിഡ്ന്റ് ഇൻക്രീസ് എ പോർഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ. അപ്പോഴും 1000 രൂപ വെച്ച് തന്നെ അടച്ചുകൊണ്ടിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? ആദ്യകാലത്ത് വളരെ കഷ്ടപ്പെട്ട് അടച്ച 1000 രൂപേൻ്റെ ഒക്കെ വാല്യൂ ഭയങ്കരമായിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോയി. ഇന്ന് ആ മെച്ചൂരിറ്റി എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 to 8 years ബാക്ക് when I got the മെച്ചൂരിറ്റി ആവും. ആ പൈസ എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനും പൈസ എന്തും പൈസ നല്ലതാണ്. പക്ഷെ പുള്ളി വിചാരിച്ചിരുന്ന പോലെ വലിയൊരു കോർപ്പസ് അതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. റാദർ നമ്മുടെ എക്കണോമി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ്. നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ ആയിട്ട് കറക്റ്റ് ഒരു പോസിറ്റീവ് രീതിയിലല്ല നിൽക്കണമെങ്കിൽ നമ്മൾ എത്രയൊക്കെ സേവ് ചെയ്താലും അതിന് വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. ഇപ്പൊ ഈ പറഞ്ഞതിന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുമാതിരിപ്പെട്ട സേവിങ്സും അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്ലാനുകളും എല്ലാം ഏകദേശം ഈ രീതിയിൽ തന്നെ പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സേവിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഫാദർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഐഡിയൽ ആയിട്ടുള്ളത്? എന്താണ് ഐഡിയൽ എന്ന് പറഞ്ഞിട്ട് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് പെർസെപ്ഷൻ ഓൺ ഹൗ ഹി ഡസ് ഇറ്റ്. So you and me might not have the same amount of risk appetite. Risk appetite എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്ന ഒരു കപ്പാസിറ്റി ഓരോരുത്തരുടെ. ചില ആൾക്കാർ അതിൽ ഭയങ്കര കൺസർവേറ്റീവ് ആയിരിക്കും, ചില ആൾക്കാർ കുറച്ചും കൂടെ റിസ്കുകൾ എടുക്കാൻ വില്ലിങ് ആയിരിക്കും. ഒരു ജോലിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ you know a lot of people who are very competent but still they are sticking on to government jobs just because they want that assurity that the job will be there. There are another set of people whom everyone would have noticed government ജോലികൾ വിട്ടിട്ട് പ്രൈവറ്റ് മേഖലയിലേക്ക്, എസ്പെഷ്യലി ഇൻ ബാങ്കിങ്, BFSI സ്പേസിലേക്ക് ഒത്തിരി ആൾക്കാർ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പ്രൈവറ്റ് ബാങ്ക്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ആ റിസ്ക് എടുക്കുന്നു, അതിന് ഡെഫിനറ്റ്ലി മോർ റിവാർഡ് കിട്ടും. അപ്പം ഒരാൾക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ആ ആളെ, ആ ഫാമിലീനെ, അവരുടെ ഇമോഷൻസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 101 പ്രൊഡക്ട്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണല്ലോ ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ ബാങ്കുകളും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളും എല്ലായിടത്തും കയറി ഇറങ്ങി ക്യാൻവാസിങ്. ഒരു വ്യക്തിന്റെ ഐ തിങ്ക് യു ഷുഡ് നോ ദ പേഴ്സൺ, നോ ദ ഇൻവെസ്റ്റർ, നോ ഹിസ് ഫാമിലി ഓൾസോ.
that's when you will be able to give him the right kind of advice, because you need to know why he wants this money. എന്തിനാണ് ഈ പൈസ സ്വരുക്കൂട്ടുന്നത്? ചില ആൾക്കാർ ലെഗസി, അത് ഫോർ എക്സാമ്പിൾ ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്, ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ ഹു ആർ ഗുഡ് ബിസിനസ് ക്ലാസ് പീപ്പിൾ, നല്ല ബിസിനസ് ഒക്കെ ഉള്ള ആൾക്കാർ, ആഫ്റ്റർ ദം ദറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. വാട്ട് ഡു യു ഡു വിത്ത് ദ ബിസിനസ്? കുട്ടികൾ അത്ര കോമ്പറ്റന്റ് ആയിട്ട് അവർക്ക് തന്നെ തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സോ ഹൗ ഡു ദേ പ്ലാൻ വിത്ത് ഇറ്റ്? ലെഗസി പ്ലാൻ, മരണം ആണ് പ്ലാൻ ചെയ്യുന്നത്, ലിറ്ററലി പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ ആൾക്കാർ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആക്ച്വലി ഒത്തിരി ആൾക്കാരുണ്ട് ഹു റിക്വയർ ദാറ്റ് കൈൻഡ് ഓഫ് അഡ്വൈസ്. ബിക്കോസ് പലപ്പോഴും നമ്മളുണ്ടാക്കിയത് നമ്മുടെ നെക്സ്റ്റ് ഇൻ കിൻ അടിച്ചു പൊളിച്ച് കളഞ്ഞേക്കുന്ന ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇഷ്ടം പോലെ. ഒരു ഏജ് കഴിഞ്ഞാൽ പീപ്പിൾ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഓൾ. ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരാളെ കാണുവാണെങ്കിൽ, റാദർ ഇഫ് ഐ നീഡ് ടു സ്പീക്ക് ടു സംവൺ, ഐ വിൽ ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹിം മോർ to the maximum extent possible by me, before giving him any solutions. See, എന്താണ് പ്രോബ്ലം? ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി വാട്ട് he does a thorough diagnosis, അല്ലേ? You give your symptoms or എന്താണ് ലക്ഷണങ്ങൾ, ആ ഒരു സിംറ്റമാറ്റിക് അപ്രോച്ചാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്പെഷ്യലിസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇൻഫാക്ട് നമുക്ക് ഇങ്ങനെ നെക്കിയൊന്നും നോക്കേണ്ട ആവശ്യം വരാറില്ലെന്നേ ഉള്ളൂ. ബട്ട് you need to ask the client lot of probing questions. അവരെ കൂടുതലും മനസ്സിലാകാനായിട്ട് വരും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്. പിന്നെ റിസ്ക് അപ്പറ്റൈറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ജസ്റ്റ് ഹാവ് ടു റൺ ത്രൂ ഇറ്റ്. അത് തന്നെ പറഞ്ഞുതരും ആ ക്ലയന്റിന്റെ റിസ്ക് എസ്പെഷ്യലി മോഡുലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ പ്രോസസ് കൂടെ ഒരു ക്ലയന്റിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പിന്നെ നിങ്ങൾ ടെക്നിക്കലി പറയുന്നത് ലെഗസി പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്. ലെഗസിയുടെ കാര്യം പറഞ്ഞ that's called estate planning. Basically everything will come into it. See, ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ മൾട്ടിപ്ലൈ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റിട്ടയർമെന്റ് പ്ലാനിങ്, യുവർ പ്രൊട്ടക്ഷൻ നീഡ്സ്. I mean, what will happen if I am a breadwinner for my family? So yesterday I reached home. Everyone is happy, no problem. I am also sitting here now attending your show. But think of a situation, yesterday I had not reached home. If I have 2 or 3 names which I can actually write it down, എൻ്റെ ആബ്സെൻസിൽ എൻ്റെ ഫാമിലിനെ അവർ നോക്കിക്കോളും ഫിനാൻഷ്യലി. നോക്കാൻ ഒത്തിരി ആൾക്കാരെ ചിലപ്പോൾ കാണും, പക്ഷെ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന പണം അവർക്ക് ആ ജനറേഷൻ വേറൊരാളുടെ പേര് എനിക്ക് അവിടെ എഴുതി വെക്കാനുണ്ടെങ്കിൽ ദെൻ ഐ ഡോണ്ട് തിങ്ക് ദ ഫാമിലി പ്രൊട്ടക്ഷൻ നീഡ്സ് ഇസ് നോട്ട് റിക്വയർഡ്. പക്ഷെ അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം വേണ്ടത്ര അളവിൽ പ്രൊട്ടക്ഷൻ വേണം അവിടെ. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കവറേജ്, ഒരു ഇൻഷുറൻസ് കവറേജ് അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻകം, ആളുടെ ഏജ്, അങ്ങനെ പല ഫാക്ടേഴ്സ് അതിൽ കാൽക്കുലേറ്റ്. ദാറ്റ് ഈസ് ഇഫ് എ പേഴ്സൺ ഡസൻറ്റ് ഒരു ലീവ് ലോങ് അല്ലെങ്കിലത്തെ സിറ്റുവേഷൻ, ഒരു ഡൈ ഏർലി വന്നാൽ ഇതുപോലെ തന്നെ റിസ്കിയാണ്. ഇഫ് എ പേഴ്സൺ ഹാസ് ടു ലീവ് ലോങ്, ഇറ്റ്സ് മോർ റിസ്കിയർ ബിക്കോസ് യു ആർ ഓൾസോ ദർ. You have not saved enough for my retirement. Retirement പ്ലാനിൽ വരുന്ന ഏറ്റവും ക്രിട്ടിക്കൽ സംഭവം, ഞാൻ എത്ര കാലം ജീവിക്കുന്നു എൻ്റെ റിസ്ക് അത്രയും കാലം കൂടുതലാണ്. സത്യം പറഞ്ഞാൽ നേരത്തെ മരിക്കണം എളുപ്പം. See, I have made provisions. Probably എൻ്റെ ഒരു ഇൻകം സ്റ്റോപ്പ് ആവുന്ന ഒരു ലെവലിൽ ഒരു 20 കൊല്ലം ജീവിക്കാനുള്ള പ്രൊവിഷൻ. Think of the situation. Life span has been increasing. ഇപ്പോൾ കോവിഡ് ടൈംസ് നോക്കണ്ട, അല്ലെങ്കിൽ പൊതുവെ ലൈഫ് സ്പാൻ ഹാസ് ബീൻ ഇൻക്രീസിങ്. പണ്ട് 60 ആണ്, ഇപ്പം 80 ആണ്, അല്ലെങ്കിൽ 70 ആണ്. സോ പോസ്റ്റ് റിട്ടയർമെന്റ് ഒരു 20-30 ഇയേഴ്സ് ജീവിക്കണമെങ്കിൽ think of the inflation what happened last 20 years, 30 years. So today if you need 50,000, then probably essential expenses കുറച്ച് കട്ട് ഡൗൺ ചെയ്താൽ പോലും you would require 2 times 3 times that. So how many of the people have thought about it? അത് ഏർണിംഗ് ലൈഫ് സ്പാനിൽ പലരും ചിന്തിക്കില്ല. റിട്ടയർമെന്റിനെ കുറിച്ചൊക്കെ പലപ്പോഴും ആൾക്കാർ ചിന്തിച്ചു വരുന്നത് തന്നെ അതിനോട് അടുക്കാൻ നിർത്താം. അപ്പോൾ ദാറ്റ്സ് വെൻ യു ഡോണ്ട് ഹാവ് ടൈം. ഒരു സമയമില്ലാണ്ട് അതിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ ഇതിനെക്കുറിച്ച് ഈ വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ശരിക്കും ഒരുപക്ഷെ എനിക്കൊന്ന് ഒരുപാട് പേര് ഈ ഒരു ടേം ഭയങ്കരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ശരിക്കും അങ്ങനെ ഒരു ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ആ കൺസെപ്റ്റ് കൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? That's a beautiful question. Freedom is a very important word. Everyone would want freedom. But to what level you require it? That's again a big question mark. നമ്മൾ കുട്ടികളെ വളർത്താറുണ്ട് അല്ലേ? You give them freedom. ശരിയല്ലേ? കെട്ടിയിടാറില്ലല്ലോ. ബട്ട്
we give small restrictions on a lot of things, or rather educate them. ഒരു കുട്ടീനെ ഇന്റർനെറ്റിന്റെ ഒന്ന് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. He'll have access to net everywhere. So what you can do there? You can tell him, or rather educate the child that there's good things available in internet which you can learn. There are also things which is not meant for your age. I'm not telling it's bad. Probably ആ കുട്ടീൻ്റെ ഏജിന് പറ്റാത്ത സാധനങ്ങൾ അതിൽ ഉണ്ട്. So those are things you need to stay away. So you are educating it. Rather ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം നെറ്റ് കൊടുക്കേണ്ടത്. യു ലൂസ് എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഓൾസോ അലോങ് വിത്ത് ഇറ്റ്, അല്ലേ? സോ വൺസ് ആ ഗുഡ് ഓർ ബാഡ് എന്നുള്ള ബോധം ആ കുട്ടീൻ്റെ ഉള്ളിൽ ഉണർത്താനേ നമുക്ക് പറ്റുള്ളൂ. ഇഫ് ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്സ് ബാഡ് ആൻഡ് ദെൻ വാണ്ട്സ് ടു ലുക്ക് അറ്റ് ഇറ്റ്, ദാറ്റ്സ് ഹിസ് ചോയ്സ്. അവരുടെ ചോയ്സിനെ ഒന്ന് ദാറ്റ്സ് ഹിസ് ചോയ്സ്. നമുക്ക് വേണേൽ ഒന്ന് റിപ്രമെൻഡ് ചെയ്യാം, നീ കാണിക്കുന്നത് ശരിയല്ല, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ബാഡ്, നോട്ട് മെന്റ് ഫോർ യുവർ ഏജ്. ബട്ട് അഗൈൻ he can even see it without us noticing, alle? Yes. So freedom is a lot bhayangara challengeable implication. So when I talk about financial freedom, it depends on the person, it doesn't depend on the spectator. Or rather നമ്മളെ വ്യൂ ചെയ്യുന്ന ഒരാളുടെ ഡിപ്പെൻഡേഷൻ ആളുടെ ചിന്താഗതിയിലല്ല ഫിനാൻഷ്യൽ ഫ്രീഡം ഇരിക്കുന്നത്. നമ്മുടെ ചിന്താഗതിയിൽ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? ദ മൊമെന്റ് ഐ എം കംഫർട്ടബിൾ ഫിനാൻഷ്യലി, കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെയിലി നീഡ്സ്, എൻ്റെ എസെൻഷ്യൽസ്, എൻ്റെ ഔട്ടിങ്സ്, എൻ്റെ ട്രിപ്സ്, as long as that is taken care, I am financially free. I mean my long term goals, if I am saving enough for my long term goals, I am okay. എനിക്ക് അതിനുള്ള പണം ഇപ്പോഴും ഉണ്ടാക്കണ്ട, പക്ഷെ അത് ഉണ്ടാക്കാനുള്ള സേവിങ്സ് കരുതാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഫിനാൻഷ്യലി ഒരു കൺസേണിലല്ല. പക്ഷെ വേറൊരാൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, എന്റെ ബാങ്കിൽ ഒരു 10 കോടി ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളൂ എന്ന് ചിന്തിക്കാം, എന്റെ പോർച്ചിൽ ഒരു ലെക്സസ് ഉണ്ടെങ്കിൽ. അതായത് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. സബ്ജക്റ്റീവ് തലത്തിൽ നിന്നിട്ട് സംസാരിക്കാൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ടു പേഴ്സൺ. ഓർ ഒരു ഫിനാൻഷ്യൽ, ഞാൻ ആ കുട്ടീന്റെ എക്സാമ്പിൾ അവിടെ പറയാൻ കാരണം, വാട്ട് യു ക്യാൻ ജനറേറ്റ് ഇൻ എ പേഴ്സൺ ഇസ് എ ഫിനാൻഷ്യൽ അവയർനെസ്. That's why I brought in the child there. So like I told, for a 10-year-old boy or a 12-year-old boy, you can't actually force him what he has to do. You can rather tell him or educate him, create awareness. So that is exactly what ആളുടെ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. If the client is willing to spend time with you, the first thing is your objective and the client's objective has to match on the same page. Like then you are just wasting your time. See, I've had a lot of interaction with customers who feel they know it all, then I am not required. I am not going there to sell something. I am also very clear, I stand equally on the customer's chair. മനസ്സിലാവുന്നുണ്ടോ? ഇത് if I need to plan something for you, I can't be one step down. You need to value my service. If you don't value, I don't give. ആ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റണം. അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം വിൽ ടോണ്ട് മീ. തിങ്ക് ഓഫ് ഇറ്റ്. എനിക്കിത് ഒരു കസ്റ്റമർ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടാണ് അതിൽ നിന്ന് വരുന്ന കമ്മീഷൻസിലാണ് എനിക്ക് ജീവിക്കേണ്ടത്. വിൽ ഐ ബി ഏബിൾ ടു ഗിവ് ദ റൈറ്റ് അഡ്വൈസ്? മെനി ടൈംസ് നോ. ഇതുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റരുത്. ഇതൊരു പാഷനായിട്ട് ചെയ്യാൻ പറ്റുക, ഇറ്റ്സ് ഗുഡ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ then you have to be, your integrity levels has to be that high. Where you lose a customer, you lose a sale, it's okay. But whatever you advise, give right advices. ഈ ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു സമൂഹത്തിൽ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തെ എടുക്കാം, കേരളത്തിൽ ഈ ഫിനാൻഷ്യൽ അവയർനെസ് നമ്മുടെ കുട്ടികളിലും നമ്മുടെ യങ് ജനറേഷനിലും ഉണ്ടെന്ന് സാറിന് തോന്നുന്നു? Yeah, they understand how to count notes, or rather പൈസ ട്രാൻസാക്ട് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. ബട്ട് they are aware of money. എന്തൊക്കെ മേടിക്കാൻ കിട്ടും, ഇപ്പോൾ ഒരു പിസ്സയ്ക്ക് എന്ത് വിലയുണ്ട്, ദേ വെരി ക്ലിയർ. സോ മൂവിക്ക് പോകണമെങ്കിൽ വാട്ട് ഇസ് എ ബഡ്ജറ്റ് റിക്വയർഡ്, ദേ നോ വാട്ട് ഇസ് എ പ്രൈസ് ഓഫ് എൻ ഐഫോൺ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ ദേ നോ അത് എന്നിറങ്ങുമെന്ന് വരെ അറിയാം, അവർക്ക് അറിയാം കാര്യങ്ങൾ. ബട്ട് somewhere I feel സേവിങ്സ് മെന്റാലിറ്റി ഓർ നാളെ എന്നുള്ളൊരു ചിന്ത കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. സി അവർ ജനറേഷൻ we might have had a little more struggle to get things done. I remember സ്കൂളിലൊക്കെ പോകുന്നിടത്ത് നമ്മളൊരു സാധനം ഒരു ദിവസം ഒറ്റ നിർത്തുന്നു പറഞ്ഞാൽ അങ്ങനെ മേടിച്ച് കിട്ടാറില്ല. I mean, parents also didn't have that kind of disposable money those days. ഇന്നങ്ങനെ അല്ലല്ലോ. ഇന്ന് നിർബന്ധം പിടിച്ചാൽ EMI ഫെസിലിറ്റീസ് അവൈലബിൾ. ഏത് ഫോണും EMI കിട്ടും. എനിത്തിങ് ഫോർ ദാറ്റ് റീസൺ. Toys, you get it on EMI. So if the poor parent, if he can afford or not, കുട്ടീൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. ഹൗ ലോങ് ക്യാൻ ദേ ഡു ഇറ്റ്? മനസ്സിലാവുന്നുണ്ട്. നോ പറയാൻ മടി കാണിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം കുട്ടികളുടെ അടുത്ത്. യു ഷുഡന്റ് സ്ട്രെച്ച് ടു മച്ച് ടു ഗിവ് യുവർ കിഡ്സ്
a lot of joy in the initial stages. And they should understand what you're going through also. And ഒരു വളരെ ഏർലി ഏജിൽ ഈ പിഗ്ഗി ബാഗ് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് കുട്ടികളുടെ RD ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് നല്ലതാണ്. യു ഹാവ് ടു ബിൽഡ് എ സേവിങ്സ് അപ്പറ്റൈറ്റ്. അങ്ങനെ അവയർനെസ് കൂടുതൽ അവർക്ക് ഒരു അപ്പറ്റൈറ്റ് ബിൽഡ് ചെയ്തെടുക്കണം. 100 രൂപ ചെലവാക്കണതിന്റെ മുമ്പ് ഒരു 10-20 സേവിങ്സ് കിറ്റിയിൽ ഇട്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നല്ലതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയത് ബൈക്കാണ്. ഇപ്പൊ കുട്ടികൾക്ക് ബൈക്ക് വേണ്ട. യു ഹാവ് ടു സ്പെൻഡ് 10 to 15 lakhs. ഒരു മിഡിൽ ക്ലാസിന്റെ ഇതാ പറയുന്നത്. കാറോ ജീപ്പോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? സോ കുട്ടിയായിരിക്കുന്നത് തന്നെ ഒരു ലോങ് ടേം ഗോൾ, എന്തെങ്കിലും ഒരു ഗോൾ ഒബ്ജക്റ്റീവ്, ചെറിയ ചെറിയ ഗോൾസ് വെക്കും. ആദ്യം ഒത്തിരി വലിയ ലോങ് ടേം എന്ന് വെച്ചാൽ ഡൈജസ്റ്റ് ആവില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, നീ കാശ് കണക്കാക്കൂ അല്ലെങ്കിൽ കൂട്ടുവെക്കൂ, അങ്ങനെയുള്ള അസൈൻമെന്റ്സ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അതായത് എഡ്യൂക്കേറ്റ് കോളേജസ് ഫിനിഷിംഗ് സോൾസ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട. ഇപ്പൊ ഐ ഹാവ് സീൻ പീപ്പിൾ ഗെറ്റിംഗ് ഗ്രൂംഡ് ഫോർ ഡിഫറെന്റ് റീസൺസ്. പക്ഷെ അവിടെ ഒരു പണം എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഫിനാൻസസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരു സെഷനും കൂടെ കൊടുത്താൽ വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് these days when I see a lot of I happen to interview a lot of MBA students who pass out. So what I've noticed is everyone has got a bag on the back. പക്ഷെ സ്കൂൾ ബാഗ് അല്ല, അതിലും ഹെവിയർ ആയിട്ടൊരു ബാഗ്. Can you guess what that is? Laptop? No. Yeah, laptop obviously everyone has. They've got the latest gadget. അതെന്തായാലും ഉണ്ട്. ഒരു ലയബിലിറ്റിന്റെ ബാഗ് മിക്കവാറും കുട്ടികളുടെ പുറകിലുണ്ട്. കോൾഡ് education loan. So when you interview them for a job, what I've noticed is what is your expectation on package? So poor soul 10,000 രൂപ ലോൺ തന്നെ അടയ്ക്കാൻ കാണും, അല്ലെങ്കിൽ 25,000 രൂപ. How can he expect lower? And he is not able to sell himself to the higher benchmark. വളരെ ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പേരൻസ് ചിലപ്പോൾ ലോൺ അടച്ചു കൊടുക്കേണ്ടി വരും. And that is one reason why a lot of education loans are getting unpaid. ആദ്യ കാലങ്ങളിൽ ബൗൺസ് ആവും. The moment the loan bounces, the poor soul's CIBIL goes for a toss. Then he is deprived of all the. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ചെറുപ്പത്തിലേ കൊടുക്കുകയും വേണം. എഡ്യൂക്കേഷൻ ലോൺ പോലത്തെ പ്രൊഡക്ട്സിൽ ഫൈൻ, ഐ മീൻ എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. എടുത്താലും അതിനെ റീപേ ചെയ്യാണ്ടിരിക്കരുത്, കോഴ്സ് കഴിയുന്നിടം വരും. പറ്റുന്ന പോലെ പേരൻസ് തന്നെ അതിന് റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ കുട്ടീൻ്റെ പുറത്തുള്ള ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റും. സോ ദ സബ്ജക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ MBA പഠിക്കുന്നുണ്ട്, എല്ലാത്തിലും ഫിനാൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. റിയൽ യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് യുവർ റിയൽ ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മിസ്സിംഗ്. ഇല്ലേ? there are a lot of subjects called finance papers എല്ലാം ഉണ്ട്. റിയൽ ലൈഫായിട്ടൊന്ന് ഒരു ലിങ്കേജ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മിസ്സിംഗ്. അതിനൊരു ലിങ്കേജ് കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ലിങ്കേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അസുഖമുണ്ട്. അപ്പം അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? There are quite very few people who does it very judiciously. പലപ്പോഴും what I've noticed is പല ആൾക്കാരാണ് പല പ്രൊഡക്ട്സുമായിട്ട് ഒരു ക്ലയന്റിന്റെ അടുത്ത് തന്നെ പോകുന്നത്. എന്റെ 5 വിരല് പല സൈസിലും അല്ലെ. 5 people behave differently with the client. ചിലവർ ഭയങ്കര കൺവിൻസിങ് ആയിരിക്കും, ചിലവർ ഭയങ്കര പ്ലീസിങ് ആയിരിക്കും, ചിലവർ the poor client gets confused whom to believe, whom not to. And ഈ ചെല്ലുന്നവരും പാവങ്ങളാണ്. അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ ടാർഗറ്റ്സ്, അവർക്കത് വിൽക്കണം. ക്ലയന്റിന്റെ അടുത്തല്ലാണ്ട് എവിടെ വിൽക്കും? You can't really do justice all of the time. എനിക്കൊരു കോള് വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഇങ്ങനെ സാറേ ഈ സാധനം എടുക്കണം, ഈ സാധനം എടുക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഏതായാലും ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞു. സാറേ ടാർഗറ്റ് എത്തിക്കണം. That's what happens. See, everywhere it's loaded with target. അപ്പം if you can buy things from somebody who doesn't work on a target, it's beautiful. That's one. Second, ഒരു കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് നോളജ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ല. So I can give any tag to what I am. There's a lot of fancy names. പക്ഷെ am I worth it? That's a question. Am I giving the right set of advices? The customer also has to apply his own logic. Okay. ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ലോജിക് എന്തൊക്കെയാണ്? ഒരാളെ അസസ് ചെയ്യണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുമോ? ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? Does he give you a array of or a bucket
of selectionable options ഉണ്ടോന്ന് നോക്കും. Instead of pushing on to one, is he giving you an option to select? Is he educating you enough? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ LI എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് അട്രാക്ട്സ് എ ലോട്ട് ഓഫ് കമ്മീഷൻ അല്ലേ? മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ദാറ്റ് ഓൾസോ അട്രാക്ട്സ് എ ലോങ് ടേം കമ്മീഷൻ. കൂടാണ്ട് ഡയറക്റ്റ് എക്വിറ്റിയിൽ പ്രോഡക്ട്സും ബുക്ക് ചെയ്യും, അതിനും ബ്രോക്കറേജ് ഒക്കെ ഉണ്ട്. നത്തിങ് കംസ് ഫോർ ഫ്രീ. നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറവ് ഓർ എന്റെ ഇൻവെസ്റ്റ്മെന്റിന് ഇമ്പാക്ട് ചെയ്യാത്ത രീതിയിൽ ചെറിയൊരു പെർസെന്റേജ് ഒക്കെ സർവീസിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ റിയൽ ടൈമിൽ ഈ വ്യക്തി ഇതിന്റെ കമ്മീഷനിലാണോ വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്താൽ മതി. സിമ്പിൾ ടേംസ്, അത് പറഞ്ഞുതരാൻ പാടില്ല എന്നാണ്. നിങ്ങൾക്ക് വിൽക്കാൻ വരുന്ന ആള് അതിന്റെ കമ്മീഷൻ വ്യൂവിലാണോ? ഇൻകം വിൽ ജനറേറ്റ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇഫ് ഈസ് ഗിവിംഗ് യു ഇനഫ് ഓപ്ഷൻസ്, റാദർ ഇപ്പം ഞാൻ പറയാം, ഈ അടുത്ത് ഐ ഹാപ്പൻ ടു ടേക്ക് എ കാർ. ഷോറൂം ഗൈസ് വർ ഫോഴ്സിങ് മീ ടു ടേക്ക് ഇറ്റ് ഫ്രം ഇൻഷുറൻസ് ഫ്രം ദ ഷോറൂം. They were like 30,000 രൂപയാണ് കോട്ട് ചെയ്തത്. I got the same thing outside for $16,000. So 16 to 18,000 എന്തോ ആയി. Almost 30 to 40% I got discount. So is the guy forcing you too much? ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ ഡോക്ടറെ അടുത്ത് മരുന്ന് മേടിക്കാൻ പോയാൽ what happens there? He advises you, എല്ലാം പറയും, this is your problems. Do you want to do anything about it? Okay. Today you go get admitted in a hospital for a severe thing also. ഈ അടുത്ത് എൻ്റെ അമ്മ had to go through angioplasty. So അവിടെ the doctor called me up after the angiogram and showed me. So this is the blocks. 2 blocks are like 90%. Third block ഉണ്ട് which is not treatable, medicines മതിയാവും, minor vein. You have an option to put stent, but you will have to decide now what to do. So what are the options available? ഇന്ന് പിന്നെ അതിന് റെഗുലേറ്ററി വന്നുകൊണ്ട് അവിടെ അധികം ഫൂളിംഗ് അറൗണ്ട് ഇല്ല. പണ്ട് സ്റ്റെന്റ് ഭയങ്കര കച്ചവടമായിരുന്നു. ഇപ്പൊ ആവറേജ് 30,000 rupees ഒക്കെ ഒരു സ്റ്റെന്റിന് വരുള്ളൂ. I asked him, I mean, you are the best, you should suggest me what is the best. So he told, I think you should go for this. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ്, ലാസ്റ്റിംഗ് ലോങ് ആണ്. അവിടെ ഒരു മാർക്കറ്റിംഗ് ആംഗിൾ ഞാൻ കണ്ടില്ല. Rather, if you had pushed me towards something which is imported or അതിനെ ഓവർസെൽ എൻ്റെ അടുത്ത് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ then I would have gone for a second opinion. So anything to do with money revolves around trust. So you can't keep trusting and distrusting a person who manages your money. That is an important message to the customer. Why? Because you trust me today, tomorrow when your money is not doing well, distrusting me is bad. ബിക്കോസ് മാർക്കറ്റിൽ 2 ഫേസസും വരും, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, മോശമായിട്ട് പെർഫോം ചെയ്യുന്നു. ഇഫ് ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദ ക്ലയന്റ് ഇഫ് ഹി സ്റ്റേസ് ബാക്ക് ഇറ്റ് വിൽ അഗൈൻ ഗ്രോ. മനസ്സിലാവുന്നുണ്ട്? ഇടയിൽ വെച്ചൊരാളെ ഇട്ടിട്ട് പോകരുത്. സെലക്ട് ചെയ്യാൻ നേരത്ത് ബി സെലക്ട്. നമുക്ക് ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ മേഖലയിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ഒക്കെ അല്ലെ. അത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പം ഒരു കോള് കിട്ടിയാൽ തന്നെ അയ്യോ എനിക്ക് താല്പര്യമില്ലാന്ന്. കാരണം നമ്മൾ സിനിമയിൽ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും ബാക്കിയുള്ള ഒരു നോർമലി ആൾക്കാർക്ക് പരിചിതമായെന്നാണ് ഈ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തോ വലിയ റിസ്ക് ആണ്, അത് ഭയങ്കരമായിട്ട് പണം നഷ്ടപ്പെടാനുള്ള മാർഗമാണെന്നൊക്കെ പറയാറുണ്ട്. അതിനെ എങ്ങനെ അഡ്വൈസ് ചെയ്യും? I wouldn't tell, see, there is nothing which is not risky. Yes. The moment you get out from your house, or rather when you sleep also, that's a risk. Of course. The roof could collapse. Yeah. Earthquake might come. So when you get out, you come across a lot of vehicles. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അതിൻ്റെയൊക്കെ ഇടികൊള്ളും. That's a risk. Calculated risk എടുക്കാം. And I wouldn't say share market is a very risky place. You have to be knowledgeable for that. One, you should know what you're doing in the markets. For example, now assuming we both are like പരിചയക്കാരാണ് and I'm into the market a little bit, and I tell Jacob, you go ahead and buy this stock. I feel it's beautiful. It's going to gear up from now on and you see an amazing return. ഞാൻ പറയും. അപ്പോൾ Jacob decided. I'm giving you an example of a stock name also, Hindustan Copper. It's actually a good stock. So Jacob അത് മേടിക്കുന്നു. ഞാൻ ജേക്കബ് ഒരു 100 രൂപയ്ക്ക് മേടിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതൊരു 150 രൂപ വരെ പോയി. ജേക്കബ് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ജേക്കബ് ഒരു 1000 ക്വാണ്ടിറ്റി മേടിക്കുന്നു. ആൻഡ് യു സീ ലോട്ട് ഓഫ് മണി ദർ. 150 രൂപ വെച്ചാൽ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് അങ്ങോട്ട് വിളിക്കുന്നു, എടാ നീ പറഞ്ഞ ടിപ്പുകാരനായി.
സോ അപ്പോഴും കൂട്ടുകാരനെ വിൽക്കാൻ പറഞ്ഞിട്ടില്ല, ജേക്കബിനോട് ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് വിൽ ഗ്രോ ബിഗർ എന്നാണ്, 300 ഒക്കെ വരും എന്നാണ് പറയുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ടുഡേ മാർക്കറ്റ് ടാങ്ക്ഡ് അറൌണ്ട്. ഇപ്പം ബാങ്കിങ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ്, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്, ദാറ്റ്സ് ബാങ്കിങ് സ്റ്റോക്സിന്റെ ഒരു റിഫ്ലക്ഷൻ. ഇന്നത് 1700 പോയിന്റ് പൊട്ടി. സോ 1700 പോയിന്റ്സ് എല്ലാ ദിവസവും പൊട്ടാറില്ല. നിഫ്റ്റി ടാങ്ക്ഡ് 500+ പോയിന്റ്സ് ടുഡേ. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് 50 കമ്പനീസിന്റെ ഇൻഡെക്സ്. ഇങ്ങനൊരു ദിവസം എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും അത് വീഴും മാർക്കറ്റിൽ. അപ്പൊ നിങ്ങൾ 150 കണ്ട സാധനം ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കാം 120. യു വിൽ ഹാവ് എ പാനിക് അല്ലെ, എന്റെ ലാഭം കുറഞ്ഞു പോയി. ഒരാഴ്ച കഴിയുന്ന ദിവസം 80. എല്ലാം തീർന്നു. കൂട്ടുകാരെ വിളിക്കുന്നു, എടാ 80 രൂപയാണ് ഞാൻ. അവൻ പറയും ഹോൾഡ് ചെയ്യും. അപ്പൊ അപ്പോഴും എനിക്ക് വിൽക്കാനും പറ്റുന്നില്ല, വിൽക്കാണ്ടിരിക്കാനും. ഞാൻ 150 കാണുകയും ചെയ്ത് 80 ഇരിക്കണം അല്ലെ, ആകെ വെപ്രോളാവും. അടുത്ത ദിവസം വീണ്ടും 60 ആവും. പിന്നെ ഇനിയും നോക്കണില്ല, ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് മൈ ക്യാപിറ്റൽ. നഷ്ടം വന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു കയറി 200 ആകുന്ന കാണാം. സോ വാട്ട് ഹാപ്പൻഡ് ഇൻ ദിസ് പ്രോസസ് ഇസ് you are not trying to understand the business which you have bought. See, buying a share, don't see it as a share alone. You are a shareholder in the business alle. ആ ബിസിനസിന് മനസ്സിലാക്കൂ, അണ്ടർസ്റ്റാൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ബിസിനസ്, അണ്ടർസ്റ്റാൻഡ് ദ ടൈം ഫ്രെയിം ദാറ്റ് ബിസിനസ് കുഡ്, who is doing the business, who is a CEO, who is a promoter, who is a company, are they good, is a government supportive. മനസ്സിലാവുന്നുണ്ടോ? More than the stock, you have to look at the business. So the business is good, the promoters are good, the company is good, വേറെ പ്രശ്നമൊന്നുമില്ല. We can trust that. You can stay invested in the stock till you feel the potential is unleashed. അപ്പൊ ബൈ ഓർ സെൽ എന്ന് പറഞ്ഞ സമയം ഉണ്ടോന്ന് ചോദിച്ചാൽ ടെക്നിക്കൽ വൈസ് ഉണ്ട്. There's a lot of technical analysis things also in it. സപ്ലൈ ഡിമാൻഡ് സോൺസ് എന്നൊക്കെ പറയും. അതായത് വേർ പീപ്പിൾ ബൈ, കുറെ ബയേഴ്സ് വരുന്ന സ്ഥലവും കുറെ സെല്ലേഴ്സ് വരുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാത്തിലും. ഇപ്പൊ ഒരു സപ്ലൈയിൽ മേടിച്ചാൽ ഈ സെല്ലേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് വിൽക്കാം. There also you get a profit. So lot of mechanisms to do it. കുറച്ച് നമ്മുടെ ലോങ് ടേം ഹോൾഡിങ്സിൽ വെക്കാം. But you should understand what you're holding on to. That will give you the confidence. അപ്പൊ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 55 രൂപയിൽ നിന്ന് 164 രൂപ പോയി. റിയൽ ടൈം ആം ടെല്ലിങ്. 164 രൂപയെന്ന് അതിപ്പം 130-135 രൂപയിലും കണ്ടു. ബട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ, ലോങ് ടേം ഇസ് എ വെരി ഫണ്ണി വേർഡ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി സ്പൈസ് ജെറ്റിന്റെ ഒരു ഷെയർ 91 രൂപയിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. സോ ഐ വാസ് ടോക്കിംഗ് ടു ഹാവൽസും 1200 മുകളിലൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ലോങ് ടേമിലേക്ക് മേടിച്ചത്. പക്ഷെ പാസ്കോ, what can I do about this now? That long term is not matching. ഇത് അനങ്ങണമില്ല കുറെ നാളായി. What do I do? What best I could do? I told him 2 levels. ഇന്ന റേറ്റ് വന്നാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യേണ്ടത്, ഇന്ന് ഇറങ്ങി പൊക്കോളൂ ലോസ് ആണെങ്കിൽ. നിന്ന റേറ്റ് വന്നാൽ അത് പ്രോഫിറ്റിന് ബുക്ക് ചെയ്യൂ, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. His entry was absolutely wrong. അത് എൻട്രി ചെയ്യേണ്ട ഏരിയയിലല്ല എൻട്രി ചെയ്തിരുന്നത്. ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏരിയയിൽ എൻട്രി ചെയ്തത്. So he bought at 92. Today I was just seeing it is 67. അപ്പം all these things happens. അപ്പം you have to have a, ഒന്നെങ്കിൽ നമുക്ക് അറിവ് വേണം, അല്ലെങ്കിൽ അറിവുള്ള ഒരാളുടെ ഹെൽപ്പ് എടുക്കുക. There's nothing wrong in it. And അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് അവനവന്റെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത് ഫ്രീ ആയിട്ട് ചെയ്യില്ലെന്ന് മനസ്സിലാക്കുക. അതാണ് കസ്റ്റമേഴ്സ് ആദ്യം മനസ്സിലാക്കേണ്ടത്. Anyone who's telling you I'm doing it for free, I don't think why should somebody do it for free. നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ്, അതിന് നമുക്ക് ഒരു റിട്ടേൺ വേണം. ഇനി റിട്ടേൺ ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കരുത്. ഇനി ഈ ഷെയർ മാർക്കറ്റോടൊപ്പം തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലേ? മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ പറയും മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് റിസ്കിന് അനുയോജ്യമാണെന്നൊക്കെ പറഞ്ഞൊരു വാൽകഷ്ണം കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർത്തേക്കും. അപ്പോൾ തന്നെ ആൾക്കാർക്ക് അയ്യോ ഇത് റിസ്കി ആണോ എന്നുള്ളൊരു ചിന്ത വരാം. ഷെയർ മാർക്കറ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഇസ് മോർ ഓവർ ദ സെയിം. What actual difference is, share market le direct equity, I can choose what the stocks I want to buy. Mutual fund la angane ennu parna എനിക്ക് ഇതിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു എൻജോയ് ദ equity returns. ഐ ആം എ ലേമാൻ. എനിക്കത് സ്റ്റോക്സ് പിക്ക് ചെയ്യാനും സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല. എന്നാൽ എനിക്ക് ബാങ്ക് FD റേറ്റ്സ് പോരാ. ഐ വോണ്ട് ടു ബീറ്റ് ഇൻഫ്ലേഷൻ. ഐ വോണ്ട് ടു
see little bit of equity also rolling around. അങ്ങനെയുള്ള ഒരാൾക്ക് there is an expert sitting at the back who's managing the funds for you. So that's called a mutual fund. ഒരു 10 പേര് കൂടി ഒരു ഫണ്ട് മാനേജറിനെ വെച്ചാൽ അതിന് മ്യൂച്വൽ ഫണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഫണ്ട് മാനേജർ മാത്രം പോരാ. മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഹാവ് എ ലോട്ട് ഓഫ് റെഗുലേഷൻസ്, സെബി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ദേ ഹാവ് ഗോട്ട് എ സ്ട്രക്ചർ ഓൺ വാട്ട് ദേ കൻ ഡു. അവർക്ക് അതിന് മുകളിലേക്കും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? മ്യൂച്വൽ ഫണ്ട്സിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി റിസ്ക് ഭയങ്കര കുറവാണ്. ഡയറക്റ്റ് ഷെയർസിൽ പോകുന്നതിനേക്കാളും റിസ്ക് കുറവാണ്. ബിക്കോസ് ദേ ഓൾ വർക്ക് ഓൺ റെഗുലേഷൻ. ഇനിയിപ്പോൾ നാളെ ഒരു എക്സ് സ്റ്റോക്ക് 100 രൂപയിൽ നിന്ന് 1000 രൂപ പോകാമെന്ന് തോന്നിയാൽ പോലും ആ സ്റ്റോക്ക് റേറ്റഡ് ഒന്നും അല്ലെങ്കിൽ അവർക്ക് മേടിക്കാൻ പറ്റില്ല. ഒരു ഫണ്ടിന് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സുമായിട്ട് മാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഫണ്ട് മാനേജർ ഇസ് ഗോട്ട് ഹിസ് ഓൺ പ്ലസ് ഓർ മൈനസ് ഏരിയാസ്. അതിന്റെ ഉള്ളിൽ നിന്നിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താങ്കളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് കുറേ പോസിറ്റീവായിട്ട് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അവരെ അങ്ങനെയുള്ളവരെ അഡ്വൈസ് ചെയ്യാനുള്ള സാധാരണഗതിയിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഐ വുഡ് റാദർ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. മ്യൂച്വൽ ഫണ്ടിൽ എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് മ്യൂച്വൽ ഫണ്ടാണ് നല്ലത്. എല്ലാം നല്ലതാണ്, ആരും മോശക്കാരൊന്നും ഇങ്ങോട്ട് അങ്ങനെ വരില്ല. അല്ല, അങ്ങനെയല്ല. വാട്ട് ഐ ആം ടെല്ലിംഗ് ഇസ് ഓൾ ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ, ICICI Prudential Fund, Birla, all are great asset management companies. HDFC, AMC. ഇവരൊന്നും മോശമാകാനല്ലല്ലോ ഓരോ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. Everyone is having experts, അല്ലേ? They are proven on their own industry. നമ്മുടെ ഒബ്ജക്റ്റീവ് ആ ഫണ്ടുമായിട്ട് മാച്ച് ആയാണ്ട് വരാൻ നേരത്താണ് നമുക്ക് ആവശ്യമുള്ളത് തരാത്തത്. ഒരു സാധനം മോശമായിട്ടല്ല. അതായത് ആസ് എൻ ഇൻവെസ്റ്റർ ഐ ഷുഡ് നോ വാട്ട് മൈ ഒബ്ജക്റ്റീവ് ഇസ്. എനിക്ക് എത്ര കാലം അതിൽ ഹോൾഡ് ചെയ്യാം, വാട്ട് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഐ നീഡ് ടു ഗോ ഹെഡ് വിത്ത് ഇറ്റ്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എന്നിട്ട് വേണം എനിക്ക് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് നല്ലതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ദാറ്റ് മൈറ്റ് നോട്ട് ബി വാട്ട് ഐ റിക്വയർ. സോ ലോങ് ടേം സേവിങ്സിന് നല്ലൊരു ടൂളാണ് മ്യൂച്വൽ ഫണ്ട്, എസ്പെഷ്യലി ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഒക്കെ. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതുകൂടാതെ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്, അപ്പോൾ അവർക്ക് എന്തൊക്കെ തരത്തിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ? The first thing I would want to understand from a person who comes to me is he sufficiently protected? Okay. അതായത് if anything goes wrong, is there a provision? ഒരു പ്ലാൻ ബി ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സംവെയർ ഹി ക്യാൻ ബി റെസ്റ്റ് അഷ്യൂർഡ് ദാറ്റ് ഹിസ് ഫാമിലി ഈസ് സേഫ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഡിപ്പെൻഡൻസ് സേഫ് ആണോ? ബിക്കോസ് നമ്മൾ ഈ സർക്കസിലെ ട്രപ്പീസ് ആർട്ടിസ്റ്റുകൾ കാണാറുണ്ടല്ലേ, നല്ല രസമാണ് അവർ സ്വിങ് ചെയ്യണമൊക്കെ കാണാൻ. സോ വാട്ട് ഈസ് ഗിവിംഗ് ദം ദ കോൺഫിഡൻസ് ടു സ്വിങ് അറ്റ് ദാറ്റ് ഹൈസ്? ബിക്കോസ് ദർ ഇസ് എ നെറ്റ് വെരി സ്ട്രോങ്ലി കെപ്റ്റ്. വീണാൽ അതിൽ വീണോളൂ. സോ പ്രൊട്ടക്ഷൻ ഈസ് എ ഫൗണ്ടേഷൻ ബേസിക്കലി. നമ്മളില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഹാസ് ടു ബി ഇൻ ദ സെയിം ലൈഫ് സ്റ്റൈൽ. ദാറ്റ് ഈസ് ഇഫ് ദ ക്ലയൻസ് തോട്ട് ഇസ് ദാറ്റ്. എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. I mean, when I'm there it's fine, when I'm not there let them do whatever they want. That's also okay. നമ്മളല്ലല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. സോ സഫിഷ്യൻ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് നോക്കുക. ആൻഡ് ഐ വുഡ് റാദർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇൻവെസ്റ്റ്മെന്റ് മൈൽ സ്റ്റോൺസ് ആർ. സോ ഡിപ്പെൻഡിങ് ഓൺ ദിസ് മൈൽ സ്റ്റോൺസ് ഐ വുഡ് ഗിവ് ഹിം ദ ഓപ്ഷൻസ്. ചില ആൾക്കാർക്ക് ഒട്ടും റിസ്ക് ടോളറേറ്റ് ചെയ്യാൻ അപ്പിറ്റേറ്റേ കാണില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് there are bonds, there are fixed instruments which give you 10% ഒക്കെ ഈൽഡ് കിട്ടാവുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. വെറുതെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് they are happy in that return. If somebody is happy at getting a 9% return without much risk, why should I make him greedy by telling him 20%? That is what you should never do. If he is contented, especially ഒരു റിട്ടയർഡ് ആളൊക്കെ ആണെങ്കിൽ അവർക്ക് 9% മതി എന്ന് തോന്നുന്നു മതി. Just make him understand inflation ഉണ്ട്, കോമ്പറ്റന്റ് ആയിരിക്കണമെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. പ്രൊട്ടക്ഷൻ മെയിൻലി ഒരാൾക്ക് ആവശ്യം വരുന്നത് ഒരു യങ്ങർ സ്റ്റേജസിലാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ആൾക്ക് ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻസ് ഒക്കെ വേണമെന്ന് എനിക്ക് ഐ ഡോണ്ട് നോ. അറ്റ് ടൈംസ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ബിസിനസ്സുകാർ. ഞാൻ ചോദിച്ചത് പാസ്കോയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സർവീസുകളിലെ ചോദിച്ചത്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ നന്നായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റും അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച്. പിന്നെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ എന്നുള്ളതും റിട്ടയർമെന്റ് ബേസിക്കലി milestone based planning. That could be retirement, it could be daughter's wedding, child's education, marriage, your second house, maybe a retirement trip. ഇപ്പോ ടാക്സ് സേവിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെ ആൾക്കാർ ഡെഫിനറ്റ്ലി സി ടാക്സ് സേവിംഗിലുപരി യു ഹാവ് ടു ബി സ്മാർട്ട് അറ്റ് മാനേജിംഗ് ടാക്സസ്.
You don't have to be savvy about saving all the taxes also. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും ഹാസ് ടു ബി കോംപ്ലയന്റ് വിത്ത് കറന്റ് ടാക്സ് ലോസുമായിട്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ അതിനെ ബെനിഫിറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് ടാക്സ് ഒക്കെ കൊടുക്കുന്നതിൽ തെറ്റും. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് ഒരു 20-30% റിട്ടേൺ കിട്ടുന്നു എന്ന് വിചാരിക്കും. അവിടെ യു ഹാവ് ടു പേ ലോങ് ടേം സേവിങ്സ് ടാക്സ്. ദർ ഇസ് നോ അതർ ഗോ. അപ്പൊ അതൊരു വലിയ എക്സ്പെൻസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? ജനറൽ ആയിട്ട് നമ്മുടെ സേവിങ്സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റോ ടാക്സ് കോംപ്ലയന്റ് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഏരിയ. ലെഗസി പ്ലാനിങ് ഇസ് അനദർ ബിഗ് ഏരിയ. And obviously your direct equity exposure, products like PMS, portfolio management services. So PMS എന്ന് പറഞ്ഞാൽ ക്ലയൻസിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫണ്ട്സ് ഉണ്ട്. Okay. And the client wants a better return. He is മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺ പോരാ, അതിൽ കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കുന്ന ഒരാൾ. ഡയറക്റ്റ് മാർക്കറ്റ് എക്സ്പോഷർ. There are stocks which could give a milestone returns to customers. അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറക്റ്റ് എവറിത്തിങ് കംസ് ഇൻ ടു ദ പോർട്ട്ഫോളിയോ, ബട്ട് മോർ ഓവർ ദ ടേം PMS is used for your direct equity portfolio. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് എന്ന് കേൾക്കാം കുറെ. അങ്ങനെ കേൾക്കാൻ സുഖമുള്ള ഒരു വാക്ക്. ചെയ്യാൻ അത്ര വാട്ട് ദ കസ്റ്റമേഴ്സ് ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇതൊന്നും എളുപ്പമുള്ള പണിയല്ല. ഇത് ഒരു ക്ലയന്റിന് വേണ്ടി ഇഫ് യു ഡെഡിക്കേറ്റഡ് ടൈം യു ഹാവ് ടു സ്പെൻഡ് ദ ടൈം ഓൾസോ ദർ. അപ്പം ഒരു ക്വാളിറ്റി സർവീസ് അവിടെ കൊടുക്കണേ ക്വാളിറ്റി ടൈം ആ ക്ലയന്റിന്റെ അക്കൗണ്ട്സിൽ നമ്മൾ ചെലവാക്കേണ്ടി വരും. ഐ ഡോണ്ട് തിങ്ക് സംബഡി ഈസ് ഡൂയിങ് ഫ്രീ ഓഫ് കോസ്റ്റ് വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. സോ യു ഹാവ് ടു എൻഗേജ് സംബഡി ഹു ചാർജസ് യു rather than giving it free. ഞാൻ ഫ്രീ ആന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. ഞാൻ ചാർജ് ചെയ്യുന്നു. ചാർജ് എന്താണെന്ന് മനസ്സിലാക്കിയത് അവര് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വാല്യൂ അവർക്ക് കൊടുക്കും. വാല്യൂ കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ചാർജ് ചെയ്തു. You take money from somebody, you should be able to give them the value. Market is a very small space. അല്ലെങ്കിൽ അത് കുറെ നാളൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. So I have been in the financial markets from 2001. So it's been 20 years. And especially Kerala is a very small place. ഇന്ന് എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് എൻ്റെ കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് ആണ്, അല്ലാണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി ഓടി കിടന്ന് പിടിക്കുന്ന ഇതല്ല. ചെറുപ്പം മുതലേ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയോടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു? To be frank, no. എപ്പോഴാണ് ഇത് തുടങ്ങിയത്? I am actually an IT graduate. Okay. So passed out during the .com bubble. Okay. Fortunately, I got a job. Okay. So sitting behind the screen for 8 hours was very tough for me. Or rather, doing the monotonous coding. See, most of the times നമ്മൾ IT എന്ന് കേൾക്കുന്ന ആൾക്കാർ കൂടുതലും ഒരേ പണി റിപ്പീറ്റേറ്റീവ് ടൈംസ് ആണ് ചെയ്യുന്നത്. There is nothing creative in it. Yeah, there are programmers who do creative programs. That's a different elite people. എനിക്ക് അന്ന് കിട്ടിയ ജോലി ഒരു കോഡ് തന്നെ എല്ലാ ഇതിലും അടിക്കണം. ഈ ചെയ്യുന്ന തന്നെ there was nothing creative in it. I get a tea break, I get a lunch break, evening tea break. So I used to wait for tea breaks to have a smoke also. Lunch കഴിക്കും. And again you're doing this. 6 മാസം ചെയ്തു നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി this is not my cup of tea. I can't work behind the screen. For ഒരു ഓഫീസ് കൈൻഡ് ഓഫ് ജോലി പറ്റില്ല. I wanted my freedom. And that's how I ventured into this financial world. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. See, you have an opportunity to meet a lot of people there. You interact with people. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാം, ഒത്തിരി ടൈപ്പ് ആൾക്കാരെ പരിചയപ്പെടാം. If you start liking people, ആൾക്കാരെ പരിചയപ്പെടലും കാര്യങ്ങളും, it had a lot of flexibility in it. പിന്നെ I work on my terms. അപ്പം അങ്ങനെ നോക്കാൻ നേരത്ത് ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് I was working with the corporates all this while. And currently also I'm working there. Other side I'm taking it as my hobby. എൻ്റെ ഒരു ലോങ് ടേം റിട്ടയർമെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു when I retire, what is that I want to do full time എന്നാരെങ്കിലും ചോദിച്ചാൽ I would want to do this. As financial consultant. I would rather be a financial consultant. I'll keep a big board with my name. Okay. And my name would be my brand. അങ്ങനൊന്നുമില്ല കേട്ടോ വെറുതെ പറഞ്ഞു. പക്ഷെ ആ പേരിന് ഒരു ബ്രാൻഡിങ് ഉണ്ട്, ഒരു വെറൈറ്റി നെയിം പാസ്കോ. അല്ല, അത് ഈ ഇതിന്റെ ഡേഞ്ചർ എന്താന്ന് പറഞ്ഞിട്ട് പാസ്കോ നൊറ്റ അടിച്ചാൽ എന്നെ തന്നെ കിട്ടുള്ളൂ. യുണീക്കാണ്, എങ്ങും പോവില്ല, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. യു ഡു ഗുഡ്, ദ ഗുഡ് വിൽ സ്പ്രെഡ് ബെറ്റർ. എവിടെയെങ്കിലും ചെറിയ പാളിച്ചകൾ പറ്റിയാൽ അതും
equally spread out. So the world is too small now. Internet has bought it all under one closed roof. സോ ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം ഈ ഓഡിയൻസിനെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ബേസിക്കായിട്ട് എനിക്കിപ്പോൾ കുറേ സംശയങ്ങൾ ഇനിയും വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡുകളൊന്നും തീരാതാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടാവും. അവർക്ക് ഇതുപോലെയുള്ള സംശയങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ ഇടാം അല്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള ഉചിതമായ മറുപടി ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടു. ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്, ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് അഡ്വൈസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതിനുള്ള മറുപടികളെല്ലാം നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. സോ ഈ ഒരു സെഷനിൽ one more closing note, one more please, thing I would tell. See, I come across a lot of people who want to be rich fast. ഓക്കെ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. പെട്ടെന്ന് പൈസ ഉണ്ടാവും. അത് ഈ ക്വസ്റ്റ്യൻ ഇട്ടോളാൻ പറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. മിക്കവാറും അതായിരിക്കും ചോദിക്കാൻ പോകുന്നതല്ലേ. So a lot of people are venturing into Bitcoin spaces also. Okay. പെട്ടെന്ന് പൈസ ഉണ്ടാക്കും. Yeah, Bitcoin, I wouldn't say it's bad. I would not say it's good also. Okay. അത് ഇനി ഇവോൾവ് ചെയ്യാനുണ്ട്. Might be another 5 to 8 years എടുക്കും. അത് ഇവോൾവ് ചെയ്ത് വന്നാൽ ചിലപ്പോൾ ഇറ്റ്സ് ടെക്നോളജി ഇസ് വെരി ഗുഡ്. സോ അഗെയിൻ കമ്മിങ് ബാക്ക്, ഈ ക്വസ്റ്റ്യൻ ഇട്ടോളം പറഞ്ഞുകൊണ്ട് ഹൗ ടു ബിക്കം റിച്ച്, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് മണി ഫാസ്റ്റ്, അങ്ങനത്തെ ചോദ്യങ്ങൾ ദൈവത്തെ. ഞാൻ മാജിഷ്യൻ അല്ല. മണി മേക്കിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് പേഷ്യൻസ്. സോ ദ മോർ പേഷ്യന്റ് യു ആർ, ദ മോർ ഫിനാൻഷ്യലി സ്ട്രോങ് വിൽ ബിക്കം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് അങ്ങ് അവോയ്ഡ് ചെയ്തു. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പണിയും എനിക്കറിയില്ല. മെനക്കെടാൻ ധൈര്യമുള്ളെങ്കിൽ അല്ലേ? അല്ല, there is no shortcut. Okay. So it's about inculcating a good discipline, traveling along with it. So പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അല്ലാത്ത നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ലൈഫിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്ത് കൺസൾട്ടൻ്റ് ആണ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം. അതിനനുസരിച്ചുള്ള മറുപടികൾ നമുക്ക് തരാൻ പറ്റും അല്ലേ? സോ കെയ്റോസ് ടോക്കിൽ ഇത്രയും നേരം സംസാരിച്ചു. ഇതിനെക്കുറിച്ച് ബ്രീഫാണെങ്കിലും ഒരു വളരെ നന്നായ രീതിയിൽ കാര്യങ്ങൾ, അതായത് ഒരു അറിവുള്ള ആൾ സംസാരിക്കുമ്പോൾ നമുക്കത് കേട്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിനെ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷേ നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മളിവിടെ നിർത്തുക. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാട്ടോ. ഓക്കെ, എന്തായാലും എപ്പോഴും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. സോ താങ്ക്സ് ജേക്കബ്. കെയ്റോസ് ടോക്കിൽ വന്നതിൽ ഞങ്ങളുടെ ഒത്തിരി നന്ദി. വീണ്ടും കാണാം. ഞങ്ങളുടെ ഞങ്ങൾക്കും അഡ്വൈസുകൾ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും അങ്ങോട്ട് സമീപിക്കാമല്ലോ. I would be more than happy. Okay, thank you very much. Thanks.